വടക്കൻ കേരളത്തിൽ അധികമെങ്ങും കണ്ടുവരാത്ത അപൂർവങ്ങളിൽ അപൂർവമായ കരിങ്കുളികൻ തെയ്യത്തെ കാണാനാണ് നമ്മൾ ഇന്ന് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള വള്ളിയോട്ടുചാൽ ശ്രീ ഭദ്രകാളി കലശസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടത്തെ പ്രതിഷ്ഠാ കളിയാട്ടവുമായി ബന്ധപ്പെട്ട് അരങ്ങിലെത്തിയ കരിങ്കുളികൻ തെയ്യത്തെ നമുക്ക് പരിചയപ്പെടാം. മലയ സമുദായമാണ് സാധാരണ കരിങ്കുളികൻ എന്ന തെയ്യത്തിന്റെ കോലം ധരിക്കാറുള്ളത്. ഹിന്ദു പുരാണ പ്രകാരം 101 ഗുളികന്മാരുണ്ടെന്നാണ് സങ്കല്പം. അതിൽ ഏറ്റവും സവിശേഷ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗുളികനാണ് കരിങ്കുളികൻ ദൈവം. ഈ തെയ്യത്തിന്റെ പേടിപ്പെടുത്തുന്ന മുഖത്തെഴുത്തും കയ്യിൽ 2 പന്തവുമായിട്ടുള്ള പുറപ്പാടും കാണുന്നവർക്ക് പേടിയോടെ അല്ലാതെ കണ്ടു തീർക്കാൻ സാധിക്കുകയില്ല. വള്ളിയോട്ടുചാൽ ഭഗവതിയുടെ പൊന്നും നെല്ലും ഭണ്ണാരും കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരൻ എന്നാണ് ഈ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. അത്രമേൽ പ്രൗഢിയുള്ള ദൈവമാണ് കരിങ്കുളികൻ തെയ്യം. ബാലശീലമുള്ള ദൈവമാണ് ഈ ദൈവം എന്നതിനാൽ തെയ്യത്തിന്റെ പുറപ്പാടിലുടനീളം കുട്ടികളുടെ കളി കാണാൻ പറ്റും. ഈ തെയ്യവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള ഐതിഹ്യം എന്താണെന്ന് നോക്കാം. സാക്ഷാൽ പരമശിവന്റെ ഇടത്തെ തൃക്കാലിലെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ രൗദ്രമൂർത്തിയാണ് ഗുളികൻ. ഒരിക്കൽ പുത്രനില്ലാതിരുന്ന മൃഗണ്ടു മഹർഷിക്ക് പരമശിവൻ കനിഞ്ഞനുഗ്രഹിച്ച് ഒരു പുത്രനെ നൽകി. വെറും 16 വയസ്സ് മാത്രം ആയുസ്സുള്ള തന്റെ പുത്രന് അദ്ദേഹം മാർക്കണ്ഡേയൻ എന്ന് പേരുവിളിച്ചു. തികഞ്ഞ ശിവഭക്തനായിരുന്നു മാർക്കണ്ഡേയൻ. അങ്ങനെ കാലം കടന്നുപോയി. മാർക്കണ്ഡേയന് 16 വയസ്സായി. 16ാമത്തെ വയസ്സിൽ തന്റെ മകൻ മരിക്കുമെന്ന് മനസ്സിലാക്കിയ മൃഗണ്ടു മഹർഷി ആകെ സങ്കടത്തിലായി. അങ്ങനെ 16ാമത്തെ പിറന്നാളിന്റെ അന്ന് കാലൻ തന്റെ കാലപാശവുമായി പോത്തിൻ മുകളിലേറി വന്നു. മാർക്കണ്ഡേയനെ കൊല്ലാനായി കാലൻ അനവധി സ്ഥലങ്ങളിൽ അവനെ തിരഞ്ഞെങ്കിലും കണ്ടുപിടിക്കാനായി സാധിച്ചില്ല. അവസാനം ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മാർക്കണ്ഡേയനെയാണ് കാലനെ കാണാൻ സാധിച്ചത്. പക്ഷേ കാലന് തന്റെ ദൗത്യം ഏറ്റെടുത്തേ മതിയാവും. അതുകൊണ്ട് തന്നെ കാലൻ തന്റെ കാലപാശം മാർക്കണ്ഡേയന് മുകളിലേക്ക് എറിഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ കാലപാശം ചെന്നെത്തിയത് ശിവലിംഗത്തിന് മുകളിലേക്കായിരുന്നു. കാലൻ കാലപാശം ആഞ്ഞു വലിച്ചപ്പോൾ ശിവലിംഗം ഇളകി മാർക്കണ്ഡേയന് കൂടെ വന്നു. ഇത് കണ്ട് ദേഷ്യം കൊണ്ട് വിറച്ച പരമശിവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാലനെ ഒരു പിടി ഭസ്മമാക്കി തീർത്തു. യഥാർത്ഥ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. കാരണം ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യനെയും സംഹരിക്കാനുള്ള അവകാശം കാലന്റേതാണ്. കാലനല്ലാതെ മറ്റാർക്കും ആ കടമ നിർവഹിക്കാനാകില്ല. അങ്ങനെ ശിവൻ കാലനെ വധിക്കുകയും കാലനില്ലാത്തൊരു കാലം ഉടലെടുക്കുകയും ചെയ്തു. ഇതോടെ എത്ര തന്നെ പ്രായമായാലും മരിക്കാത്ത മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടേയിരുന്നു. ഇതിന്റെ ഭാഗമായി ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു. ഭൂമിക്ക് സഹിക്കാവുന്നതിനേക്കാൾ അപ്പുറം ആളുകൾ ഭൂമിയിൽ തിങ്ങി നിറഞ്ഞു. ഇതോടെ കാലനില്ലാത്ത കാലത്ത് കാലന്റെ കടമകൾ നിർവഹിക്കുന്നതിനായി പരമശിവന്റെ ഇടത്തെ തൃക്കാലിലെ പെരുവിരൽ പൊട്ടിപ്പിളർന്ന് ഒരു ഉഗ്രമൂർത്തി രൂപം കൊണ്ടു. കാലന്റെ കടമകളെല്ലാം ശിവൻ ആ ഉഗ്രമൂർത്തിക്ക് കനിഞ്ഞു നൽകി. ഇങ്ങനെ പരമശിവന്റെ ഇടത്തെ തൃക്കാലിലെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ രൗദ്രമൂർത്തിയാണ് ഗുളികൻ എന്ന് വിശ്വസിക്കുന്നു. നൂറ്റൊന്നോളം ഗുളികന്മാരിൽ ഏറെ ബലവീര്യമുള്ളതും പ്രധാനിയുമാണ് കരിങ്കുളികൻ ദൈവം. ഒരു രാജകീയ ഭാവമാണ് കരിങ്കുളികൻ ദൈവത്തിന് കാണാൻ സാധിക്കുക. ഭീമാകാരമായ മുടിയോ പളവള തിളങ്ങുന്ന പുറത്തട്ടോ ഈ ദൈവത്തിനില്ല. എന്നാലും ഈ ദൈവത്തിന്റെ ഉഗ്രരൂപം കാണുന്ന ഏതൊരാളും ചെറുതായിട്ടൊന്ന് ഭയന്നു പോകും. അത്ര പെട്ടെന്ന് ഗുളികൻ എന്ന ദൈവത്തെ നിർവചിക്കുക എന്നത് അസാധ്യമാണ്. കാരണം അത്രമേൽ ആഴത്തിൽ പടർന്നു കിടക്കുന്ന ഒരു വസ്തുതയാണ് ഗുളികൻ എന്ന മൂർത്തി. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം 8 നാഗങ്ങൾക്ക് അഥവാ സർപ്പങ്ങൾക്ക് അതിപ്രാധാന്യം കൽപ്പിച്ചു വരുന്നുണ്ട്. ഇവയെ മുഴുവനായി അഷ്ടനാഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു.
ഇതിൽ ആദ്യം വരുന്ന നാഗമാണ് മഹാവിഷ്ണു വിശ്രമം കൊള്ളുന്ന അനന്തൻ. ഇത് കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ നാഗമാണ് ഗുളികൻ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ പത്തി വിടർത്തിയാടുന്ന ഒരു സർപ്പത്തിന്റെ രൂപം കരിങ്കുളികനിൽ നമുക്ക് കാണാൻ സാധിക്കും. അഷ്ടനാഗങ്ങളിൽ അനന്തനെയും ഗുളികനെയും കൂടാതെ വാസുകി, ശംഖപാലൻ, തക്ഷകൻ, മഹാപത്മൻ, പത്മൻ, കാർക്കോടകൻ എന്നീ നാഗങ്ങളുമുണ്ട്. ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ കരിങ്കുളികൻ ദൈവത്തിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം മലബാറി വിൽസൺ.